വെൽക്കം ബാക്ക് ടു ഷിഫാൻ അജ്മൽ വ്ളോഗ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഊട്ടിയിലെ സെക്കൻഡ് ഡേ ആണ്. നമ്മുടെ അമോഗ് എയർബിഎൻബിയിലാണ് നമ്മുടെ സ്റ്റേ. അവിടെ നിന്ന് രാവിലത്തെ ഉള്ള സൺറൈസ് വ്യൂ ആണ്. ഒരു 6:15 ആയപ്പോഴാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഒരു റെഡിഷ് സ്കൈ ആയിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ആൻഡ് ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് നമ്മൾ രാവിലെ എണീറ്റ് ഇങ്ങനെയൊക്കെ വ്യൂ കാണുമ്പോൾ ഭയങ്കര മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീലാണ്. ആൻഡ് രാവിലെ ഈ പ്രോപ്പർട്ടി കണ്ടപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. നല്ല ഒരു സീനറി, ഫോട്ടോ സീനറി ഒക്കെയില്ല, അതുപോലെയായിരുന്നു കാണാൻ. രാത്രി കണ്ടപ്പം ഇതൊരു ഹൊറർ ആംബിയൻസ് ആണെങ്കിൽ രാവിലെ കണ്ടപ്പോൾ കൊള്ളാം, അടിപൊളിയാ, നൈസാ. ക്യാരം ബോർഡും എല്ലാം ഉണ്ട്, വേണമെങ്കിൽ ഗെയിം കളിക്കാം. വി ആർ ഓൾ സെറ്റ് ഫോർ ഓണം ഫോട്ടോഷൂട്ട്. ഓണത്തിന് നടന്നില്ല. അപ്പോൾ നമ്മൾ ഓണത്തിന് ഫോട്ടോ എടുക്കുമ്പോൾ ഫുള്ള് മഴയായിരുന്നു നാട്ടിൽ. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ വന്നിട്ട് ഫസ്റ്റ് ഓണം ടുഗദർ ആസ് കപ്പിൾസ് നമ്മൾ ഓണം ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ റെഡിയാണോ? ചെരുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ഷൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ ഈ ക്രോക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചെക്കൗട്ട് ടൈം ആയപ്പോൾ അതിലെ കൂടെ ജസ്റ്റ് നടക്കാൻ പോയായിരുന്നു. അവരുടെ തന്നെയാണ് അവിടെയുള്ള സ്ഥലമൊക്കെ. അപ്പം അവിടെ അമ്പലം ഉണ്ടായിരുന്നു അവരുടെ. അപ്പോൾ അമ്പലമൊക്കെ അവർ ജസ്റ്റ് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണത്തെ വീട്. നമുക്ക് ഒന്ന് ജസ്റ്റ് കാണാം. എസ്തെറ്റിക് ആയിട്ടാ ഫുള്ള് വന്നിരിക്കുന്നത്. അടുത്ത് കയറി വരെ ഷൈനിങ് ചെയ്യണം. അപ്പോൾ ഞാൻ ഡോഗ് ട്രെയിനറാണ്. ഡോഗിൻ്റെ ഫോട്ടോ ഒക്കെ ചെയ്യും. ഇവിടെ വെച്ചിട്ടുണ്ട്. ശരത്താണ് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ. അയാളൊരു റിട്ടയർഡ് സിവിൽ സർവൻ്റ് ആണ്. റിട്ടയർമെൻറ്റ് ലൈഫ് പലരും ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതമാണ് അയാൾ ജീവിക്കുന്നത്. ലൈക്ക് അവേ ഫ്രം ദി ക്രൗഡ്. സന്തോഷവും സമാധാനമായിട്ട് അയാളുടെ പെറ്റ്സിൻ്റെയൊക്കെ കൂടെ ഇതുപോലെ ഗാർഡനിങ്ങും ചെറിയ പരിപാടികളൊക്കെ ആയിട്ട്. ഡോഗ് നമ്മൾ മസിനക്കുട്ടി ഊട്ടി പോണ വഴി നമ്മൾ നല്ല ചായക്കുടി, എസ്തെറ്റിക് ചായക്കട കണ്ട് നമ്മൾ നിർത്തിയിട്ട് உள்ள அதிரசம் மாதிரி இருக்கும், நல்லா இருக்கும். ஒன்று சாம்பிள் சாப்பிட்டு பாருங்க. മസനഗുഡി വഴി മൈസൂരിലേക്ക് ജീപ്പ് സഫാരിയുടെ സ്ഥലമാണ് ഇത്. ഉൾക്കാടിലേക്ക് കൊണ്ടായിട്ട് ആനിമൽസിനെ കാണിക്കാൻ. പക്ഷെ അങ്ങനെ പോയപ്പോൾ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. അവിടെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. വലിയ കൊമ്പ് കണ്ടോ? അതങ്ങനെ കാണാറില്ല കേട്ടോ. കിട്ടിയതല്ലേ ഈ പ്രാവശ്യം.
അങ്ങോട്ട് പോയി നോക്കിയാലോ? ഊട്ടിയിൽ നിന്ന് മൈസൂർ പോകുന്നത് പ്ലാൻ അല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്നുണ്ടായ പ്ലാൻ ആയതുകൊണ്ട് നമ്മൾ റൂംസ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ റൂംസിനൊക്കെ വിളിച്ച് ചോദിക്കുമായിരുന്നു, നമ്പർ എടുത്ത് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ് അത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ്. ഭയങ്കര ഭംഗിയാണ് ആ കാട് കാണാൻ തന്നെ. അത് അവിടെ നിന്ന് കയറിയപ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ കുറേ മാനുകളുണ്ടായിരുന്നു. നമ്മളിവിടെ വന്നപ്പോൾ വൺ ടൈം കണ്ടിട്ടുണ്ടായിരുന്നു, മറ്റേ പുലിക്കുഞ്ഞിനെ കണ്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് കയറി പോകുന്നത്. പിന്നെ എപ്പോഴും ആനേനെ കാണുന്ന, പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം കണ്ടില്ല. ഇതാണ് മൈസൂർ റൂട്ടിലെ ജമന്തി പൂത്തോട്ടം. അതെ, അപ്പുറത്ത് സൺഫ്ലവർ ഉണ്ട്, പക്ഷെ എല്ലാം വാടിപ്പോയി ഗൈസ്. നമ്മളിന്ന് മൈസൂർ പോകുന്ന റീസൺ തന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട്. സൺഡേ ഫുള്ള് പാലസ് മൊത്തം ലൈറ്റ് ഇടുന്ന ഒരു ഡേ ആണ് സൺഡേ. പിന്നെ ഇപ്പോൾ എവിടെയും കാണാത്ത കാളവണ്ടിയൊക്കെ നമുക്ക് തമിഴ്നാട് കർണാടകയൊക്കെ പോകുമ്പോൾ മാത്രം കാണാവുന്നൊരു പ്രത്യേക, വൈകുന്നേരമൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര എസ്തറ്റിക് വൈബാണ്. ഇതാ ചെറുക്കനാ കാളവണ്ടി ഓടിക്കുന്നത് തന്നെ. ഇതെന്തോ പാലസിന്റെ എന്തോ സാധനം അല്ല, എന്തൊരു ഹോളാ, എന്തോ പാലസ്. ഇത് മൈസൂർ സിറ്റി കോർപ്പറേഷൻ. ആക്ഷൻ ഇത് ഇങ്ങനെ കാണിക്കുന്നു. പുഷ്പ നമ്മളിവിടെയാണ് താമസിച്ചത്, സീമ പാലസിൽ. നമ്മൾ ഇതിന് മുന്നേ ഒരു വർഷം താമസിച്ചിട്ടുണ്ട് ഇവിടെ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ മൈസൂർ സിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, വണ്ടിയൊക്കെ ഒന്ന് ഉരച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് നമ്മൾ ഊബറാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മളെ ആ ചേട്ടൻ പാലസിലേക്ക് ഉണ്ടാവുകയാണ്. നമ്മൾ 7:30 തൊട്ടിട്ട് 7:40 എന്തോ തൊട്ടിട്ട് അവിടെ ലൈറ്റ് തുടങ്ങുന്നത് 8:45 എന്തോ വരെയാണ്. മൈസൂർ പാലസിനുള്ളിൽ കയറുമ്പോൾ ഉള്ളൊരു അമ്പലമാണ്. എന്തായിരുന്നു പേര്? ശ്രീ ശ്വേത വരാഹ സ്വാമി ടെമ്പിൾ. ആൻഡ് പാലസിന് മുന്നേ വെച്ച് നമ്മൾ ഫോട്ടോ എടുത്തൊന്നും കിട്ടത്തൊന്നുമില്ല. അതുകൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും ഫോട്ടോ എടുക്കാൻ. ഒരു കോപ്പിക്ക് 100 രൂപ വെച്ചിട്ട് അവർ പെട്ടെന്ന് ഒരു ക്ലിക്കേ ഉള്ളൂ, നമ്മൾക്ക് കാണിച്ചു തരത്തോലില്ല. എടുക്കുമ്പോൾ കോപ്പി ആകുമ്പോഴേ നമുക്ക് കാണത്തുള്ളൂ. മൈസൂർ പാലസിനെ പറ്റി 2 പേർക്ക് പറയാം. ഇതിനകത്ത് ഒരു ആനത്തലയുണ്ട് ഒറിജിനൽ. നോക്കുക, അവിടെ നിന്നാണ് രാജാവ് പണ്ട് മൃഗങ്ങളോട് കളിപ്പിച്ചോണ്ടിരുന്ന സ്ഥലം. അത് സാധാരണ ഇവിടെ ഒരു മറ്റേ ചെയേഴ്സ് ഒക്കെ ഇട്ട് എന്താ മറ്റേ സ്റ്റോറി, ഇതിന്റെ ഹിസ്റ്ററി പറയുന്നതാണ്. ഏതോ ഒരു ഒക്കേഷൻ അങ്ങനെ നമ്മൾ ഊട്ടി മൈസൂർ എല്ലാം പോയി തിരിച്ച് നമ്മൾ നാളെ
നാളെ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകും. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഇതാണ് അല്ലെങ്കിലും മൈസൂർ പാലസ്. അങ്ങനെയാണ് ഒരു പ്രാവശ്യം വന്നൊരു പിന്നെയും വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മൈസൂർ പാലസ്. ഇനിയിപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് എന്നാ ഉടനെ വരും മൊത്തം കാണാൻ വേണ്ടിയിട്ട്. രാവിലത്തെ ഹായ് ഹായ് ഹായ്. ഇതെന്താ ഇത്? പറ, ഞങ്ങളോട് പറഞ്ഞ എന്താന്ന് പറ. മെറ്റൽ ചെയിൻ. മൈസൂർ മെറ്റലാ? 600. പാലസിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ കുതിരവണ്ടിക്കാർ സമീപിക്കും. ഭയങ്കര കത്തി റേറ്റ് പറയും. അവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്ത് നമ്മൾ കയറണം. ഇത് മസ്റ്റ് എക്സ്പീരിയൻസ്. ഭയങ്കര രസമായി ഇവിടെ ഈ വണ്ടിക്കകത്ത് കയറിയും. ഫുൾ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മളെ പാലസിന് ചുറ്റും പല പല ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അത് ഫുള്ള് ചുറ്റി കാണിക്കും നമ്മൾ കുതിരവണ്ടിയിൽ. പാലസ് മെയിൻ ഗേറ്റ്. ഇതെന്നാ? നമ്മുടെ ഡാഡി ഇപ്പൊ ഫ്രണ്ടിൽ കയറി ഇരിക്കാൻ പോവാ. ഡാഡിക്ക് കുതിരപ്പുറത്ത് കയറുമ്പോ എപ്പോഴും ഫ്രണ്ടിൽ കയറിക്കോ, പിടിച്ച് കയറിക്കോ കയറിക്കോ. നോക്ക് നമ്മളെ വെച്ചുകൊണ്ട് കുതിര പോകത്തില്ല. അതിനവിടെ എക്സ്ട്രാ ചാർജ് ചെയ്യും. അപ്പോൾ നമ്മൾ കുതിരവണ്ടിയിൽ നിന്ന് നേരെ ഇറങ്ങുവാണ്. മൈസൂർ വന്ന് മിസ് ചെയ്യല്ലേ കുതിരവണ്ടി. നമ്മൾ 1000 rupees നമ്മൾ 5 പേരെ കയറ്റി വണ്ടിയിൽ. പക്ഷെ അടിപൊളിയായിരുന്നു. ഇതാണ് നമ്മൾ കയറിയ കുതിരവണ്ടി. ഇതാണ് നമ്മളെ ചേട്ടൻ. മൈസൂർ ദസറയാണ്. അപ്പോൾ നമ്മൾ മൈസൂർ ടൗണിൽ കൂടെ നടക്കാൻ തീരുമാനിച്ചു. അടിപൊളി. ഒരു നൈറ്റിൽ നല്ല രസമാണ് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. അത് ഈ റോയൽ സിറ്റി കൂടെ. എല്ലാവരും ലൈഫിൽ ഒരു പ്രാവശ്യം മൈസൂർ വരണം. എന്താണല്ലോ ഇഷ്ടപ്പെടും. നമുക്ക് തന്നെ ഒരു രാജാവ് രാജ്ഞിയില്ല അല്ലേ ചിക്ക? സൺഡേസിൽ മാത്രമേ ഉള്ളൂ ഫുൾ ലൈറ്റ് വരത്തുള്ളൂ. പിന്നെ തേഴ്സ്ഡേയും ഫ്രൈഡേസും എന്തോ ആണ് സൗണ്ട് ഷോ വരുന്നത്. സൗണ്ട് ഷോ വരുന്ന ദിവസം വരുന്ന കുറച്ചുകൂടെ അടിപൊളി. ഹിസ്റ്ററി ഒക്കെ പറയും മൈസൂർ പാലസിൻ്റെ. ഞങ്ങളിപ്പം നടന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ആൻഡ് മൈസൂർ സിറ്റി മൈസൂർ ദസറയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലവും പെയിൻറ്റടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. മൈസൂർ ദസറ സെപ്റ്റംബർ 23 തൊട്ടെങ്ങാണ്ടാണ് തുടങ്ങുന്നത്. ആ സമയത്ത് വിസിറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ആ സമയത്ത് ഭയങ്കര ക്രൗഡായിരിക്കും. ഗരുഡാമായ മൈസൂർ. ഇത് അടിപൊളിയാണ്. ഇവിടെ സ്റ്റൈൽ യൂണിയനുകൾ ഇഷ്ടംപോലെ സെലക്ഷൻസ് ഉണ്ട്. നമ്മൾ സ്റ്റേ ചെയ്ത റൂമിൻ്റെ അവിടെ ഒരു മിഠായിത്തെരുവ് പോലെയാണ്. അങ്ങോട്ടേക്ക് മാറുമ്പോൾ നല്ലൊരു സ്ട്രീറ്റാണ്. അപ്പോൾ അലീക്കോണം എന്ന് പറഞ്ഞ ജ്യൂസ് ഷേക്ക് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു അടിപൊളി ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഷേക്ക് എന്തോ ട്രൈ ചെയ്ത് ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ മൈസൂർ വന്നിട്ട് മൈസൂർ പാർക്കും കുറച്ച് സ്വീറ്റ്സും ട്രൈ ചെയ്തില്ലെങ്കിൽ ഒരു വൈബില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്വീറ്റ്സ് ട്രൈ ചെയ്യാനും കുറച്ച് മേടിച്ചുകൊണ്ട് പോകാനും വേണ്ടി കയറി. ആൻഡ് നെക്സ്റ്റ് ഡേ മോർണിംഗ് മൈസൂർ എയർപോർട്ടും കണ്ടിട്ട് നമ്മൾ ആഫ്റ്റർ എ ലോങ് ജേർണി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഊട്ടി മൈസൂർ വ്ളോഗ്.